ഇവിടെ വേണ്ടത്ര ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങളില്ല, ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല, ഇവിടെ വേണ്ടത്ര മരുന്നുകളില്ല. ഒരു ഡോക്ടർ തന്നെ പറഞ്ഞേ, ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല ഡോക്ടർ എന്ന് ക്രെഡിറ്റ് കൊടുത്തൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ, അപ്പൊ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, എന്റെ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ആ ഡോക്ടറുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കണ്ടേ? അപ്പൊ അതല്ലേ ഞാൻ വിശ്വസിച്ചത്. അങ്ങനെ ഈ കേരളത്തിലുടനീളം എത്രമാത്രം വിഷയങ്ങളാണ് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. ഇത്രയും വിഷയം ഉണ്ടാകുമ്പോൾ ഒരു സമരം ചെയ്യുന്നതാണോ വിഷയം? ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങിയാൽ എന്നെ കരിയോയിൽ മുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച് തലയിൽ ചോര ഒലിപ്പിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ നിങ്ങൾ? ഇല്ലെങ്കിൽ നഗരസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ CPM ആക്രമിച്ച കൗൺസിലർമാരുണ്ടായിരുന്നല്ലോ പത്തനംതിട്ടയിൽ തന്നെ, ഓർക്കുന്നില്ലേ നിങ്ങൾ? അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മുൻകാലങ്ങളെ ഓർക്കണം. പിന്നെ ഞാൻ സമരങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. കരിങ്കൊടി പ്രതിഷേധം എന്താണെന്ന് ചോദിച്ചാൽ, കറുത്ത കൊടി ഒന്ന് പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ സമക്ഷം ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം ചോദിച്ചത്, ഒരു കറുത്ത കൊടി പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം, ഇതല്ലേ ജനാധിപത്യം എന്ന് ചോദിച്ചെടുത്തു നിന്നാണ് കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോൾ പോലീസും ഗൺമാനും ഒക്കെ ഇറങ്ങി തല്ലിയതും ഈ നാട്ടിലെ CPMകാരും DYFIക്കാരും ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചതും അതിനെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചതും. അല്ലെങ്കിൽ കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോഴേക്കും ആക്രമിച്ചു എന്ന എന്താ പറയുന്നത്, ഫേക്ക് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചു. ആ ഫേക്ക് ക്യാമ്പയിൻ ആയിരുന്നു എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുകയാണ്. കാരണം ആരോഗ്യമന്ത്രി Zion Medical College Hospital, Adur, Pathanamthitta.